വേദകാല ഭാരതത്തിലെ രാഷ്ട്രീയ കാര്യനിർവഹണ രീതികൾ ആരംഭിച്ചത് ജന എന്ന പ്രാകൃത ഗോത്രത്തിൽ നിന്നുമാകുന്നു. പിന്നീട് അതിലെ ജനങ്ങൾ കന്നുകാലികളെ വളർത്തിയും കൃഷി ചെയ്തും ഉപജീവനമാർഗം നടത്തി. അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ ഉപജീവനമാർഗം നടത്തി കുടുംബമായി ജീവിച്ചു. അങ്ങനെ ആ പ്രദേശത്തിന് ഇതിഹാസ കാലഘട്ടത്ത് ഒരു നാമമുണ്ടായി. അതാകുന്നു ജനപദങ്ങൾ. പ്രധാനമായും 16 ജനപദങ്ങൾ അഥവാ ഷോഡശ മഹാജനപദങ്ങൾ ഉണ്ടാകുന്നു. അവ യഥാക്രമം ഏതൊക്കെയാണെന്ന് നോക്കിക്കാണാം. കാംബോജം. മഹാഭാരതത്തിലും വംശബ്രാഹ്മണത്തിലും കാംബോജത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. പുഷ്കലവതി തലസ്ഥാനമായ കാംബോജം ഗാന്ധാരദേശത്തിൻ്റെ ഉത്തരദേശത്താകുന്നു. അതായത് ഇന്ന് ആ പ്രദേശം ഏഷ്യയുടെ കവാടമെന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിൽ ആകുന്നു. അടുത്തതായി ഗാന്ധാരം. തക്ഷശില എന്ന മഹത്തായ പ്രാചീന സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന ഗാന്ധാരത്തിലായിരുന്നു. കാബൂൾ നദിക്കരയിലാണ് ഗാന്ധാരം സ്ഥിതി ചെയ്തിരുന്നത്. മഹാഭാരതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഗാന്ധാരം പിന്നീട് പല വിദേശ ശക്തികൾ കീഴടക്കുകയും അവസാനം മുഗൾ ഭരണകാലത്ത് ഇന്ത്യയുടെ അഥവാ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശം പിടിച്ചെടുക്കുകയും പിൽക്കാലത്ത് വടക്കേ പാകിസ്ഥാനിൻ്റെയും കിഴക്കേ അഫ്ഗാനിസ്ഥാനിൻ്റെയും ഭാഗമായി മാറുകയും ചെയ്തു. കുരു. മഹാഭാരത ഇതിഹാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമാകുന്നു കുരു. ഇന്നത്തെ ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാജനപദ പ്രദേശമാകുന്നു കുരു. കുരുവിൻ്റെ ഭരണശിരാകേന്ദ്രമാകുന്നു ഹസ്തിനാപുരി. പാഞ്ചാലം. കുരുവംശവുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന ഈ പ്രദേശം പിൽക്കാലത്ത് സാമ്രാജ്യം ആക്കപ്പെട്ടു. കൂടാതെ മഹാഭാരത ഇതിഹാസത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രദേശവും കൂടിയാകുന്നു ഇവിടം. അഹിഛത്ര തലസ്ഥാനമായ ഈ പ്രദേശം ഉത്തർപ്രദേശിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തരഘട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്നു. കോസലം. രാമായണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതും പരാമർശിച്ചിട്ടുള്ളതുമായ പ്രദേശമാകുന്നു കോസലം. അയോധ്യ തലസ്ഥാനമാകുന്ന മഹാകോസലം എന്ന കോസലം ഉത്തർപ്രദേശിൻ്റെ മധ്യഭാഗത്ത് നിന്നും നേപ്പാളിലേക്കായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്തതായി മഗന്ധ. രാമായണം, മഹാഭാരതം എന്നിങ്ങനെ തുടങ്ങുന്ന അനവധി പുരാണങ്ങളിൽ മഗന്ധയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ബിംബസാരൻ, അജാതശത്രു എന്നീ ശക്തരായ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന പ്രദേശവും കൂടിയാകുന്നു ഇവിടം. ഗംഗാനദിക്കരയിലാണ് മഗന്ധ സ്ഥിതി ചെയ്തിരുന്നത്. അഥർവവേദത്തിൽ വളരെയധികം പരാമർശിക്കപ്പെട്ടിരുന്ന പാടലീപുത്രം മഗന്ധയുടെ തലസ്ഥാനമായിരുന്നു. ഇന്നത്തെ ഭൂപടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലായിരുന്നു ഈ പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത്. അടുത്തതായി മല്ല. കുസാവതി തലസ്ഥാനമായ മല്ല ജനപദം മഹാഭാരതത്തിൽ മല്ലരാഷ്ട്രമെന്ന് അറിയപ്പെട്ടിരുന്നു. കൂടാതെ ഈ പ്രദേശം ബുദ്ധമതത്തിലും വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമാകുന്നു. ശ്രീബുദ്ധൻ ജീവൻ വെടിഞ്ഞ പ്രദേശമാകുന്നു ഇവിടം. ഇപ്പോൾ മല്ലരാഷ്ട്രം അഥവാ മല്ല സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാകുന്നു. അടുത്തതായി കാശി. വാരാണസി തലസ്ഥാനമായ ഈ പുണ്യപ്രദേശം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഋഗ്വേദത്തിൽ പോലും പരാമർശിക്കപ്പെടുന്ന കാശി ശിവപുരാണത്തിലും മറ്റു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വളരെയധികം പ്രാധാന്യമുള്ളതും വളരെയധികം പരാമർശിക്കപ്പെടുന്നതുമാകുന്ന പ്രദേശമാകുന്നു. ക്ഷേത്ര നഗരവും പുണ്യഭൂമിയുമാകുന്ന കാശി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ ഗംഗാനദി തീരത്ത് ആകുന്നു. അടുത്തതായി വജ്ജി. വൈശാലി തലസ്ഥാനമായ വജ്ജി എന്ന വ്രജപ്രദേശം 16 മഹാജനപദങ്ങളിൽ ഒന്നാകുന്നു. അഷ്ടകുലം എന്നറിയപ്പെടുന്ന 8 വംശങ്ങളിൽപ്പെടുന്ന ഭരണാധികാരികൾ വജ്ജപ്രദേശം ഭരിച്ചിരുന്നത്. വിദേഹർ ഇതിൽ ഉൾപ്പെടുന്നു. ഗണം അഥവാ സംഘം എന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. വജ്ജി മഹാജനപദ പ്രദേശം ഇന്നത്തെ
ബീഹാർ മുതൽ നേപ്പാൾ വരെ വ്യാപിച്ചു കിടക്കുന്നു. അടുത്തതായി അംഗദേശം. ചമ്പ അഥവാ ചമ്പാപുരി തലസ്ഥാനമാകുന്ന മഹാജനപദ പ്രദേശമാകുന്നു അംഗം. മഹാഭാരതത്തിലെ മഹാരഥിയായ സൂര്യപുത്രൻ കർണൻ രാജാവായിരുന്ന പ്രദേശമാകുന്നു അംഗദേശം. ഈ ദേശം ഇപ്പോൾ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശൂരസേന. ഈ പ്രദേശവും മഹാഭാരത കാലഘട്ടവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. യാദവകുല ശ്രേഷ്ഠന്മാരുടെ അധിവാസ പ്രദേശമായതിനാൽ തന്നെ യാദവകുലജാതനായ ശ്രീകൃഷ്ണ പരമാത്മാവ് ജന്മം കൊണ്ടത് ബ്രജ് പ്രദേശത്താകുന്നു. ശൂരസേന രാജ്യത്ത് ഉൾപ്പെടുന്ന പ്രദേശമാകുന്നു ബ്രജ്. മധുര ഭരണകേന്ദ്ര പ്രദേശമായി പ്രവർത്തിച്ചിരുന്ന ഈ ദേശം രാമായണത്തിലും പുരാതന ഗ്രീക്ക് സാഹിത്യത്തിലും പരാമർശിക്കപ്പെടുന്നു. ഇന്ന് ഈ പ്രദേശം ഉത്തർപ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്തതായി വത്സ അഥവാ വംശ. ബുദ്ധമതവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിയാകുന്നു. മഹാഭാരതത്തിലെ കുരുക്കളുടെ ശാഖയായി വത്സഭൂമിയെ കണക്കാക്കുന്നു. ഈ പ്രദേശം ഇന്നത്തെ ഭൂപടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മത്സ്യരാജവംശം. മഹാഭാരത കഥയിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്നതും വളരെയധികം പ്രാധാന്യം നൽകുന്നതുമായ ജനപദമാകുന്നു മത്സ്യദേശം. വിരാട നഗരി തലസ്ഥാനമായ ഈ പ്രദേശം ഇന്നത്തെ ഭൂപടത്തിൽ രാജസ്ഥാനിലാകുന്നു ഉള്ളത്. അവന്തി. മാർക്കണ്ഡേയ പുരാണത്തിലുൾപ്പെടെ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പുണ്യനഗരി കൂടിയാകുന്നു അവന്തി ദേശം. ഉജ്ജയിനിയാണ് ഈ പ്രദേശത്തിൻ്റെ തലസ്ഥാനം. ഇന്ന് ഈ പ്രദേശം മധ്യപ്രദേശിൻ്റെ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ചേതി. മഹാഭാരതത്തിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്ന മറ്റൊരു മഹാജനപദമാകുന്നു ചേതി. ശ്രീകൃഷ്ണൻ്റെ പ്രധാന ശത്രുവും ജരാസന്ധൻ്റെ മിത്രവും പാണ്ഡവരിലെ നകുലൻ്റെ പത്നിപിതാവും കൂടിയാകുന്ന ശിശുപാലൻ ചേതി രാജ്യത്തിലെ പ്രമുഖ രാജാവും ആയിരുന്നു. ചേതി രാജ്യത്തിൻ്റെ തലസ്ഥാനം സുക്തിമതിയാകുന്നു. ഈ പ്രദേശം ഇന്ന് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തതായി അശ്മകം. ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാകുന്നു ഇത്.